All of you once again welcome back. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഒന്ന് കാണിച്ചിടാൻ പോകുന്നത്. ഒരു മധുര പലഹാരം, എള്ളുണ്ട അല്ലെങ്കിൽ എല്ലുംപുട്ട് എന്നൊക്കെയാണ് ഇത് അറിയപ്പെടുന്നത്. നമ്മുടെ നാട്ടിൽ അങ്ങനെയാണ്. നമ്മുടെ വീട്ടിൽ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഇത് റെഡിയാക്കുന്നത്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയത്. അപ്പം ഫസ്റ്റ് നമുക്ക് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. പിന്നെ വീഡിയോ കാണുന്നതിന് മുന്നേ നമ്മുടെ വീഡിയോസ് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നോട്ടിഫിക്കേഷൻ ബെല്ലും പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അതിന് വേണ്ടി ഒരു 3 കപ്പ് റൈസ് വേണം. ഏത് ടൈപ്പ് ഓഫ് റൈസ് ഉപയോഗിക്കാം. ഞാനിവിടെ മട്ട റൈസ് ആണ് യൂസ് ചെയ്യുന്നത്. അരി നന്നായി കഴുകിയതിന് ശേഷം വെള്ളം മുഴുവൻ ഡ്രെയിൻ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ അരി നന്നായിട്ട് വറുത്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി സ്റ്റൗ ഓണാക്കി ഒരു ഉരുളി വെച്ചിട്ട് ഈ അരി മൊത്തം അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിലുള്ള വെള്ളം മുഴുവൻ വറ്റി അരി നന്നായിട്ട് ഡ്രൈ ആവുന്നത് വരെ ഫുൾ ഫ്ലെയിമിലിട്ട് ഇളക്കി കൊടുക്കുക. ഇപ്പം അരിയൊക്കെ നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം, അല്ലെങ്കിൽ ഇത് അടിയിൽ കരിഞ്ഞു പോകും. അങ്ങനെ അരി മുഴുവൻ വറുത്തെടുത്തിട്ടുണ്ട്. ഈ ഫ്ലെയിം ഓഫാക്കിയിട്ട് നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു 3/4 കപ്പ് എള്ളാണ് കേട്ടോ. 1 കപ്പ് അരിക്ക് 1/4 കപ്പ് എള്ള് എന്നുള്ള മെഷർമെൻറ്റിലാണ് ഇത് എടുക്കേണ്ടത്. അപ്പം ഞാനിവിടെ 3/4 കപ്പ് എള്ളാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. എള്ള് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം, പെട്ടെന്ന് പൊടിഞ്ഞിട്ടാനാണ്. ഞാനിവിടെ വെയിലത്ത് വെച്ച് നന്നായിട്ട് ഉണക്കിയെടുത്താണ്, അതുകൊണ്ട് ചൂടാക്കണില്ല. അങ്ങനെ അത് രണ്ടും കൂടെ നന്നായിട്ട് ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. ഇനി ഇതിലേക്ക് വേണ്ടത് ശർക്കരയാണ്. ഞാനിവിടെ ഒരു 6 അച്ച് ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് നമ്മുടെ മധുരത്തിനനുസരിച്ച് മാറ്റം വരുത്താൻ വേണമെങ്കിൽ കുറക്കുകയും ചെയ്യാം. ഇനി കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ എടുക്കുകയും ചെയ്യാം. ഇനി ശർക്കര മൊത്തം ഇതുപോലെ പൊടിച്ചെടുക്കണം. പിന്നെ ഒരു തേങ്ങ ഫുൾ ചിരകിയത് വേണം, ഹാഫ് ആയാലും കുഴപ്പമൊന്നുമില്ല. ഇനി ശർക്കരയും തേങ്ങയും കൂടെ എടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇനി ഈ ഒരു മിക്സ് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള ആ ഒരു മിക്സിലേക്ക് ചേർത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യും. എല്ലാം നന്നായിട്ട് മിക്സായി വന്നതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പാക്കി എടുക്കാം കേട്ടോ. ഞാനിവിടെ ജസ്റ്റ് ഒരു റോളാക്കിയിട്ടാണ് എടുക്കുന്നത്. വളരെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു പലഹാരമാണ് കേട്ടോ. അപ്പം കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്.